ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ജൂലിയസ് സീസർ നാടകത്തിൻ്റെ 3 ഭാഗങ്ങൾ കേട്ടു അല്ലേ? മൂന്നാമത്തെ ഭാഗം അവസാനിച്ചത് ബ്രൂട്ടസിൻ്റെ പ്രസംഗത്തിൽ വളരെയധികം ആത്മസംതൃപ്തി അടഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മാർക്ക് ആൻ്റണി കയറി വരുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം നോക്കിയാലോ? ഓക്കെ. മാർക്ക് ആൻ്റണിയെ കണ്ട മാത്രയിൽ ബ്രൂട്ടസ് തൻ്റെ സ്വപ്നങ്ങൾക്ക് വിരാമമിട്ടു. യാഥാർത്ഥ്യബോധത്തിൻ്റെ അനിവാര്യതയിലേക്ക് അയാൾ മടങ്ങി വന്നു. മാർക്ക് ആൻ്റണിയുമായുള്ള കരാർ ഒരു നിമിഷം ബ്രൂട്ടസ് ഓർത്തു. ആൻ്റണിയുടെ പ്രസംഗത്തിൻ്റെ നിരർത്ഥകത ഓർത്ത് ബ്രൂട്ടസ് ഉള്ളിൽ ചിരിച്ചു. റോമൻ ജനത ഒന്നടങ്കം ബ്രൂട്ടസിനോടൊപ്പമാണ്. ഇനി ആൻ്റണി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ജനക്കൂട്ടം അത് പുച്ഛിച്ചു തള്ളും. ബ്രൂട്ടസിനെ പോലെ വാചാലതയുള്ളവനല്ല ആൻ്റണി. അതിനാൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അയാളുടെ പ്രസംഗത്തിന് കഴിയില്ല. ഇനി എന്തിന് ബുദ്ധിമുട്ടുന്നുവെന്ന മട്ടിൽ പുച്ഛത്തോടെ ബ്രൂട്ടസ് ആൻ്റണിയെ നോക്കി. തൻ്റെ കാരുണ്യത്തിൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കുവാനായെത്തിയിരിക്കുന്ന ആൻ്റണിയെ പ്രസംഗിക്കുവാൻ അനുവദിച്ചത് തന്നെ ഒരു തമാശയായാണ് ബ്രൂട്ടസിന് തോന്നിയത്. ബ്രൂട്ടസിൻ്റെ സംസാരം കഴിഞ്ഞതും ജനക്കൂട്ടം പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയിരുന്നു. ബ്രൂട്ടസിൻ്റെ വാക്കുകളിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ്. ഇനി കൂടുതൽ വിശദീകരണം അവർക്ക് ആവശ്യമില്ല. ജനക്കൂട്ടത്തിൻ്റെ മനോഭാവം ദർശിച്ച ആൻ്റണിയിൽ നിരാശയുണർന്നു. തൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ താല്പര്യമുള്ളവരായി ആരുമില്ല. എല്ലാവർക്കും ബ്രൂട്ടസിനെ മതി. ആ പ്രസംഗത്തിൻ്റെ മാസ്മരികതയിൽ മയങ്ങിയാലെന്നവണ്ണം അവർ പിരിഞ്ഞു പോവുകയാണ്. ആൻ്റണിയുടെ മനസ്സ് വായിക്കുവാൻ ബ്രൂട്ടസിനു കഴിഞ്ഞു. അയാളിലെ നീതിബോധം ഉണർന്നു. എത്രയൊക്കെ ശത്രുതയുള്ളവനാണെങ്കിലും താൻ വാക്കുകൊടുത്തതാണ്. തൻ്റെ പ്രസംഗത്തിനു ശേഷം ആൻ്റണിക്ക് അവസരം ലഭിക്കേണ്ടത് തന്നെയാണ്. അതുമാത്രമല്ല, ജൂലിയസ് സീസർ ശവസംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ചരമപ്രസംഗം അർഹിക്കുന്നവനുമാണ്. ആൻ്റണിയെ താൻ ഭയപ്പെടേണ്ടതില്ല. തൻ്റെ പ്രസംഗത്തിൽ ബ്രൂട്ടസിനോ ഗൂഢാലോചനക്കാർക്കോ എതിരായി ഒന്നും പറയുവാൻ ആൻ്റണിക്ക് അവകാശമില്ല. കൂടാതെ പ്രസംഗത്തിലുടനീളം കരാർ അനുസരിച്ച് ആൻ്റണി തങ്ങളെ പുകഴ്ത്തുകയും വേണം. പിരിഞ്ഞു പോകുന്ന ജനക്കൂട്ടത്തിനോട് ബ്രൂട്ടസ് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ആരും പിരിഞ്ഞു പോകരുത്. ഇതാ മാർക്ക് ആൻ്റണി ജൂലിയസ് സീസറിൻ്റെ മൃതശരീരവുമായി പ്രസംഗവേദിയിലേക്കെത്തുന്നു. കണ്ണീർ പൊഴിച്ചുകൊണ്ട് തൻ്റെ യജമാനൻ്റെ ദേഹം 2 കൈകളിലും ഏന്തിക്കൊണ്ട് മാർക്ക് ആൻ്റണി കടന്നു വരികയാണ്. തന്നെ സഹായിക്കുവാൻ പോലും ആരുമില്ലാത്തതിൽ ആൻ്റണിക്ക് അത്ഭുതവും അമർഷവും തോന്നി. എത്ര നന്ദിയില്ലാത്തവരാണ് റോമൻ പൗരന്മാർ എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഒരു സാധാരണ മനുഷ്യന് നൽകേണ്ട പരിഗണന പോലും അവർ മഹാനായ സീസറിന് നൽകുന്നില്ല. ബ്രൂട്ടസ് ആൻ്റണിയെ നോക്കി ജനക്കൂട്ടത്തോടായി ഇപ്രകാരം പറഞ്ഞു: മാർക്ക് ആൻ്റണിക്ക് സീസറിൻ്റെ മരണത്തിൽ പങ്കില്ല. എന്നാൽ സീസറിൻ്റെ മരണത്തിൻ്റെ ഗുണം തീർച്ചയായും ആൻ്റണിക്കും ലഭിക്കും. ബ്രൂട്ടസിൻ്റെ ഈ വാക്കുകൾ കേട്ട മാർക്ക് ആൻ്റണിക്ക് പുച്ഛമാണ് തോന്നിയത്. താൻ ദൈവത്തെ പോലെ ആരാധിച്ച മനുഷ്യന്റെ മരണത്തിൽ താൻ നേട്ടം കൊയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ നാവിനെ അയാൾ മനസാ ശപിച്ചു. തൻ്റെ ഉദ്ദേശ്യം പ്രതികാരം ചെയ്യുകയെന്നതാണ്. അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ താൻ ആത്മസംയമനം പാലിച്ചേ മതിയാവൂ. മാർക്ക് ആൻ്റണി സ്വയം നിയന്ത്രിച്ചു. ആൻ്റണിയുടെ ദുഃഖവും ബ്രൂട്ടസിൽ ആവേശമുയർത്തി. അയാൾ ജനക്കൂട്ടത്തെ നോക്കി വികാര പാരവശ്യത്തോടെ അലറി: നാം സ്ഥാപിക്കുവാൻ പോകുന്ന ജനാധിപത്യ രാജ്യത്തിൽ ആൻ്റണിക്ക് മതിയായ ഒരു സ്ഥാനം നൽകും. ആൻ്റണിക്ക് മാത്രമോ? നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഭരണത്തിൽ ഒരു പദവിയുണ്ടാകും. ജനക്കൂട്ടം ആർത്തിരമ്പി. തങ്ങളുടെ അടിമത്തം അവസാനിച്ചുവെന്ന് മാത്രമല്ല, ഇതാ ഭരണ പങ്കാളിത്തം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ബ്രൂട്ടസിൻ്റെ ദീർഘവീക്ഷണമാണ്. എന്തായാലും ബ്രൂട്ടസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനുള്ള ഭാവമൊന്നുമില്ല. അപ്പോൾ തുടരുകയാണ്: ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെയാണ് വധിച്ചത്. എന്തിനു വേണ്ടി? ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഓർക്കൂ, എൻ്റെ പ്രിയ ചങ്ങാതിയെ വധിച്ച ഈ കഠാര ഞാൻ എപ്പോഴും കൂടെ കരുതുകയാണ്. എൻ്റെ രക്തം കൊണ്ട് രാജ്യം രക്ഷപ്പെടേണ്ട അവസരം എന്നെങ്കിലും ഉണ്ടായാൽ ഈ കഠാരയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. കഠാര ഉയർത്തിപ്പിടിച്ച് വികാരവിവശനായി നിൽക്കുന്ന ബ്രൂട്ടസിനെ കണ്ട് ജനക്കൂട്ടം ആർത്തുകരഞ്ഞു. ബ്രൂട്ടസ്, അങ്ങ് ജീവിക്കണം. റോമിൻ്റെ നന്മയ്ക്കായി അങ്ങ് ജീവിക്കണം. നമുക്ക് ബ്രൂട്ടസിനെ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകാം. പൂർവികരോടൊപ്പം നമുക്ക് ബ്രൂട്ടസിനും ഒരു പ്രതിമ പണിയാം. അടുത്ത സീസറായി ബ്രൂട്ടസ് അവരോധിതനാകട്ടെ. ഈ ആർപ്പുവിളികൾ കേട്ട് ബ്രൂട്ടസ് മതിമറന്നു. അയാളുടെ സിരകളിലൂടെ അഭിമാനത്തിൻ്റെ ശീലുകൾ പാഞ്ഞു.
തനിക്കുവേണ്ടി ആർത്തട്ടഹസിക്കുന്ന ജനക്കൂട്ടം ഒരു വശത്ത്, താൻ അരിഞ്ഞു തള്ളിയ അവരുടെ ഭരണാധികാരി മറുവശത്ത്. എന്നിട്ടും ജനക്കൂട്ടം തന്നെ ആരാധിക്കുന്നു, തനിക്കുവേണ്ടി ആർപ്പ് വിളിക്കുന്നു, തനിക്കായി പ്രതിമകൾ നിർമ്മിക്കുവാൻ പോകുന്നു. ഇതിൽ പരം ആനന്ദം എന്തുണ്ട്? ഇതിനേക്കാൾ നേട്ടം ഏത് യോദ്ധാവിന് ലഭിക്കും? എന്നാൽ മാർക്ക് ആന്റണിയുടെ മനസ്സ് ഓരോ നിമിഷവും കലുഷമാവുകയായിരുന്നു. തന്നെ ശ്രവിക്കുവാൻ പോലും മനസ്സില്ലാത്ത ഈ ജനതയോടാണ് തനിക്ക് പ്രസംഗിക്കേണ്ടത്. തൻ്റെ എതിരാളിക്ക് വേണ്ടി ഭ്രാന്തമായി അലറുന്ന ഈ ജനങ്ങളോടാണ് തനിക്ക് വാദിക്കേണ്ടത്. ബ്രൂട്ടസിന്റെ പ്രസംഗം ആന്റണിയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചിരുന്നുവെന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ കുഴങ്ങി. ആന്റണിയുടെ മനസ്സ് വീണ്ടും ശാന്തത വീണ്ടെടുത്തു. താനല്ല ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത്. സീസറിന്റെ ദേഹത്തെ ഓരോ മുറിവുകളും തന്നോട് സംസാരിക്കുവാനായി പോവുകയാണ്. അവയിലൂടെ താൻ മികച്ച വാഗ്മിയാകും. ആ മുറിവായകൾ തന്നിലൂടെ സംസാരിക്കും. താൻ അതിനൊരു നിമിത്തമായിരിക്കുന്നുവെന്ന് മാത്രം. പിരിഞ്ഞു പോകുന്ന ജനക്കൂട്ടത്തോടായി ബ്രൂട്ടസ് ഇപ്രകാരം പറഞ്ഞു: നല്ലവരായ റോമൻ പൗരന്മാരെ, നിങ്ങൾ എൻ്റെ അഭ്യർത്ഥന മാനിക്കണം. എന്നെ കരുതി നിങ്ങൾ മാർക്ക് ആന്റണിയുടെ പ്രസംഗം കേൾക്കണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ബ്രൂട്ടസിനെ കരുതി ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനക്കൂട്ടത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എങ്കിലും ബ്രൂട്ടസ് അവരുടെ രക്ഷകന്റെ ആദ്യത്തെ ആവശ്യമാണ്. അത് തങ്ങൾ സാധിച്ചു കൊടുത്തേ മതിയാവൂ. അങ്ങനെയാണ് തങ്ങൾ ബ്രൂട്ടസിനോടുള്ള നന്ദി പ്രദർശിപ്പിക്കേണ്ടത്. മനസ്സില്ലാ മനസ്സോടെ ജനക്കൂട്ടം ബ്രൂട്ടസിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് അവിടെ നിന്നു. മാർക്ക് ആന്റണിയുടെ മനസ്സിൽ അസ്വസ്ഥതയുടെ പുകപടലങ്ങൾ ഉയർന്നു. നന്ദി കെട്ട നായ്ക്കളായി റോമൻ ജനത അധപതിച്ചുവെന്ന് ആന്റണി കരുതി. ഇന്നലെ വരെ സ്വന്തം മക്കളെ പോലെ കരുതി സംരക്ഷിച്ചു വന്ന അവരുടെ ഭരണാധികാരിയുടെ ജഡം അവർക്കു മുമ്പിൽ കിടക്കുന്നു. അതും നിഷ്ഠൂരമായി, വഞ്ചനാപരമായി വധിക്കപ്പെട്ട രീതിയിൽ. എന്നിട്ടും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കുവാനായി ആരുമില്ല, സഹതപിക്കുവാനായി ആരുമില്ല. എന്തിന്? അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് കേൾക്കുവാൻ പോലും ആർക്കും മനസ്സില്ല. എല്ലാവർക്കും വഞ്ചകനായ ബ്രൂട്ടസ് പറയുന്നതാണ് വേദവാക്യം. അവർ ബ്രൂട്ടസിന് ജയ് വിളിക്കുന്നു. ഇതാണ് നന്ദിയില്ലായ്മയുടെ ഏറ്റവും മ്ലേച്ഛമായ മുഖം. ആന്റണിയുടെ മനസ്സ് ഒരു കടൽ പോലെ ഇരമ്പുകയാണ്. ബ്രൂട്ടസ് തുടർന്നു: സീസറിന്റെ മൃതശരീരത്തിന് നിങ്ങൾ ഉപചാരമർപ്പിക്കണം. ആന്റണിയുടെ പ്രസംഗത്തിലെ സീസറിനെ മഹത്വീകരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മാർക്ക് ആന്റണി സംസാരിക്കുന്നത് എൻ്റെ അനുമതിയോടെയാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരാൾ പോലും പിരിഞ്ഞു പോകരുത്. ഇപ്രകാരം പറയുമ്പോൾ ബ്രൂട്ടസിൽ നിഗൂഢമായ ഒരാനന്ദം നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ജനത, തൻ്റെ അനുവാദത്തോടെ മാത്രം സംസാരിക്കുവാനൊരുങ്ങുന്ന മാർക്ക് ആന്റണി എന്ന പ്രഭു, വാചാലതയില്ലാത്ത, ശരിയായി സംസാരിക്കാൻ അറിയാത്ത ആന്റണി, കേൾക്കുവാൻ പോലും തയ്യാറാവാത്ത ജനങ്ങൾ. ആന്റണിയുടെ പ്രസംഗത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ചിന്തിക്കുന്തോറും ബ്രൂട്ടസിൻ്റെ മനസ്സിൽ ഉന്മേഷം നിറഞ്ഞു. തൻ്റെ ശക്തിയിൽ അയാൾ മതിമറന്നു. എന്നാൽ താൻ ചെയ്യുന്നത് ഒരു പമ്പര വിഡ്ഢിത്തമാണെന്ന് പാവം ബ്രൂട്ടസ് അപ്പോൾ കരുതിയില്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെട്ട ആ തീരുമാനം ബ്രൂട്ടസിൻ്റെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നു. ആരുടെ കഴിവിനെയും തരം താഴ്ത്തി കാണരുത് എന്ന മനഃശാസ്ത്ര തത്വം ഉൾക്കൊള്ളുവാനാകാതെ പോയത് ബ്രൂട്ടസിന്റെ പരാജയത്തിന്റെ നാന്ദി കുറിക്കലായിരുന്നു. ഞാൻ പോകട്ടെ, ആന്റണി സംസാരിച്ചാലും? പ്രസംഗവേദിയിൽ നിന്ന് വിട പറഞ്ഞ ബ്രൂട്ടസ് പ്രദർശിപ്പിച്ച ആത്മവിശ്വാസം അദ്ദേഹത്തിനു തന്നെ വിനയായി. ഒരുപക്ഷെ ആന്റണിയുടെ പ്രസംഗം ശ്രവിക്കുവാൻ അയാൾ അവിടെ നിന്നിരുന്നുവെങ്കിൽ കാലം കാത്തുവെച്ച പ്രതികാരാഗ്നി ഫലം ചെയ്യാതെ കെട്ടടങ്ങുമായിരുന്നു. വഞ്ചനയുടെ ആൾരൂപങ്ങൾ റോമാ സാമ്രാജ്യങ്ങൾ ഭരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നീതി എന്ന പ്രപഞ്ചത്തിന്റെ അലിഖിത നിയമം ഇവിടെയും നടപ്പായി. ആന്റണി സീസറിന്റെ മൃതദേഹത്തിന് സമീപത്തായി നിലകൊണ്ടു. വിങ്ങുന്ന ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം ആൾക്കൂട്ടത്തെ നോക്കി. ആന്റണിയുടെ അവസ്ഥ കണ്ട ജനക്കൂട്ടത്തിന്റെ മനസ്സിൽ ഒരൽപ്പം കരുണ കടന്നു വന്നു. ശബ്ദിക്കാതിരിക്കൂ. എന്താണ് മാർക്ക് ആന്റണിക്ക് പറയുവാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. തീർച്ചയായും ആന്റണി ദയാലുവും മഹാനുമാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. ആന്റണിയുടെ പരിതാപകരമായ അവസ്ഥ അദ്ദേഹത്തിന് അനുകൂലമായ ചെറിയൊരു സഹതാപ തരംഗം നേടിക്കൊടുത്തു. ജനക്കൂട്ടത്തെ ആകമാനം നോക്കിയിട്ട് കണ്ണീരൊപ്പി ആന്റണി സാവകാശം ആരംഭിച്ചു. സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ, ദയവായി ശ്രദ്ധിച്ചാലും. ജനക്കൂട്ടത്തിനിടയിൽ ആ വാക്കുകൾ ചെറിയ തരംഗങ്ങൾ സൃഷ്ടിച്ചു. ആദ്യമായാണ് അപ്രകാരമൊരു അഭിസംബോധന അവർ കേൾക്കുന്നത്. ആന്റണി തങ്ങളെ സുഹൃത്തുക്കളായി കരുതുന്നതിൽ അവർക്ക് അഭിമാനം തോന്നി. ആന്റണിയും തങ്ങളുടെ ഭാഗത്തു തന്നെയാണെന്ന്
തോന്നിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ അഭിസംബോധന കൊണ്ട് സാധിച്ചു. ആന്റണി സാവധാനം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. ഞാൻ വന്നിരിക്കുന്നത് സീസറിനെ സംസ്കരിക്കുവാനാണ്, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്തുവാനല്ല. വളരെ ശാന്തമായ തുടക്കം. ഇതുവരെയും പിന്തുടർന്നിരുന്ന പ്രസംഗ ശൈലികളിൽ നിന്നും വേറിട്ടൊരു രീതി. ആ രീതി ജനങ്ങളെ വളരെ കാര്യമായി തന്നെ സ്പർശിച്ചു. ആക്രോശങ്ങളില്ല, വീരവാദങ്ങളില്ല. വാക്കുകളിലുടനീളം നിറയുന്നത് ഗദ്ഗതം മാത്രം. കണ്ണീരിൻ്റെ ഉപ്പു കലർന്ന ആ വാക്കുകൾക്ക് ഇരുതലവാളിൻ്റെ മൂർച്ചയുണ്ടെന്ന് ജനക്കൂട്ടം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സീസറിനെ സംസ്കരിക്കുവാനാണ് ആന്റണി എത്തിയതെന്ന മൊഴിയിൽ എല്ലാം അടങ്ങിയിരുന്നു. സീസറിന് യോജിച്ച ഒരു സംസ്കാരം നൽകുക എന്നതു തന്നെയാണ് ആന്റണിയുടെ ഉദ്ദേശം. ആ മരണത്തിന് പ്രതികാരം ചെയ്യുകയെന്നതാണ് സീസറിന് നൽകാവുന്ന ഏറ്റവും ഉദാത്തമായ സംസ്കാര ചടങ്ങ്. ആ ലക്ഷ്യത്തോടെയാണ് ആന്റണി എത്തിയിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്നും അയാളെ വ്യതിചലിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആന്റണി തുടർന്നു. മനുഷ്യർ ചെയ്യുന്ന തിന്മ അവരുടെ മരണശേഷവും എല്ലാവരും ഓർമ്മിക്കുന്നു. എന്നാൽ നന്മകളാകട്ടെ അവരോടൊപ്പം മണ്ണടിയുന്നു. ആന്റണിയുടെ വാക്കുകൾ ജനക്കൂട്ടത്തെ സ്പർശിച്ചു. നന്മകൾ ആരും ഓർത്തിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. നന്ദിരഹിതമായ തങ്ങളുടെ ഹൃദയത്തിലേക്ക് മാർക്ക് ആന്റണിയുടെ വാക്കുകൾ കൂരമ്പുകളായി തറയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നിത്തുടങ്ങി. സൗമ്യമായ ദുഃഖാർത്ഥമായ ആ വാക്കുകൾക്ക് കാരിരുമ്പിൻ്റെ കരുത്തുണ്ട്. സനാതന സത്യമാണ് ആന്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ വാചകത്തിൽ വെളിപ്പെടുത്തിയതെന്ന് അവർക്ക് ബോധ്യമായി. സീസറിൻ്റെ കാര്യത്തിലും അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. ആന്റണിയുടെ വാക്കുകളിൽ അല്പം കാർക്കശ്യം കടന്നുവന്നു. ആ ശൈലിയുടെ മൂർച്ച അല്പം കൂടി. ജനക്കൂട്ടത്തിന് കുറ്റബോധം വർദ്ധിച്ചു. തങ്ങൾ എന്തുകൊണ്ടാണ് മഹാനായ ജൂലിയസ് സീസർ ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിന്മകൾ മാത്രം തങ്ങളിലേക്ക് കടന്നു വന്നത്? എന്തുകൊണ്ടാണ് സീസറിൻ്റെ മരണത്തിൽ തങ്ങൾ ദുഃഖിക്കാത്തത്? ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ കണക്കുകൾ നിറയുവാൻ തുടങ്ങി. മഹാനായ ബ്രൂട്ടസ് പറഞ്ഞത് സീസർ അധികാരസ്ഥാനങ്ങളോട് ആർത്തിയുള്ളവനാണെന്നാണ്. സീസറിൻ്റെ മേൽ ബ്രൂട്ടസ് ആരോപിച്ച ഏറ്റവും വലിയ കുറ്റവും അതുതന്നെയായിരുന്നു. അധികാരക്കൊതിയിൽ മത്തുപിടിച്ച സീസറിൽ നിന്നും റോമാ സാമ്രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുവാനായിരുന്നല്ലോ സീസറിനെ നിഷ്ഠൂരമായി വധിച്ചത്. മാർക്ക് ആന്റണി മുഖവുര കൂടാതെ തന്നെ ഈ വാദത്തിലേക്ക് കടന്നു. ആന്റണി ചൂണ്ടിക്കാട്ടിയത് ഒരു തികഞ്ഞ യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഒട്ടുമിക്ക മികച്ച ഭരണാധികാരികളും കൊല്ലപ്പെട്ടത് അവരെല്ലാം അധികാര കൊതിയന്മാരായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. മാർക്ക് ആന്റണി മഹാനായ കുലീനനായ ബ്രൂട്ടസ് എന്ന് ബ്രൂട്ടസിനെ വിശേഷിപ്പിക്കുവാൻ മറന്നില്ല. തൻ്റെ പ്രസംഗത്തിൽ ഗൂഢാലോചനക്കാരെ പുകഴ്ത്തണമെന്ന വൃത്തികെട്ട ആവശ്യത്തിനു മുന്നിൽ മാർക്ക് ആന്റണിക്ക് വഴങ്ങേണ്ടി വന്നു. ഒരു പക്ഷേ ബ്രൂട്ടസിൽ ദൃശ്യമായ എല്ലാ നല്ല ഗുണങ്ങളെയും നിഷ്പ്രഭമാകുന്ന ഒരു ആവശ്യമായിരുന്നു അത്. ഒരു മികച്ച പ്രഭുവിൻ്റെ ദയനീയ പതനമായിട്ടാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ മാർക്ക് ആന്റണിക്ക് തോന്നിയത്. എങ്കിലും ആന്റണി വാക്കുപാലിച്ചു. ബ്രൂട്ടസിനെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് അയാളുടെ അഭാവത്തിൽ പോലും മഹാനെന്ന് വിശേഷിപ്പിച്ചു. സീസർ അധികാര ദുർമോഹി ആയിരുന്നെങ്കിൽ സ്വന്തം ജീവൻ നൽകി തന്നെ അദ്ദേഹം അതിന് പ്രായശ്ചിത്തവും നൽകി. സീസറിനെ വധിച്ചവരെല്ലാം മഹാന്മാരാണ്, മാന്യന്മാരാണ്. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ഏത് ഭാവമായിരുന്നുവെന്ന് ആർക്കും നിർവചിക്കുവാൻ കഴിയുമായിരുന്നില്ല. മാർക്ക് ആന്റണിയുടെ മനസ്സ് വായിക്കുവാൻ മറ്റാർക്കും കഴിഞ്ഞതുമില്ല. ആന്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗങ്ങളിലേക്ക് കടന്നു. മഹാനായ സീസറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കുവാനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സീസർ ആരുമാകട്ടെ, പക്ഷേ എനിക്ക് അദ്ദേഹം വിശ്വസ്തനായ നേതാവും സത്യസന്ധനായ സുഹൃത്തും ആയിരുന്നു. ജനങ്ങൾക്കും മാർക്ക് ആന്റണിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് ഉണ്ടായിരുന്നില്ല. സീസർ ജനങ്ങൾക്ക്, നല്ലവരായ റോമൻ പൗരന്മാർക്ക് എന്നും താങ്ങും തണലുമായിരുന്നു. എന്നോട് സീസർ നീതിപൂർവം പെരുമാറി. പക്ഷേ മാർക്ക് ആന്റണി തൻ്റെ പ്രസംഗം ചെറുതായൊന്നു നിർത്തി. തുടർന്ന് തനിക്കു ചുറ്റും നിൽക്കുന്നവരുടെ മുഖങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് അദ്ദേഹം അത്യാർത്തിയും അധികാര മോഹവും ഉള്ളവനാണെന്നാണ്. ബ്രൂട്ടസ് മാന്യനായ വ്യക്തിയാണല്ലോ. പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗത്തും നീതിമാനായ ഒരുവനെ പോലെ ആന്റണി തൻ്റെ കരാർ പാലിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആന്റണിയുടെ ശബ്ദം മാറി. കൈകൾ ചെറുതായി വിറച്ചു. അനീതിക്കെതിരെ പോരാടുന്ന യുവരക്തം തിളച്ചു. ഇത്തവണ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ജനഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ പര്യാപ്തമായിരുന്നു. അതിശക്തമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കൗശലത്തോടെ ആന്റണി തുടർന്നു. നിങ്ങൾക്കറിയാം,
മഹാനായ സീസർ 10,000-കണക്കിന് തടവു പുള്ളികളെ റോമിലേക്ക് കൊണ്ടുവന്നു. ഈ യുദ്ധത്തടവുകാരെ മോചിപ്പിക്കുവാൻ നാട്ടുനടപ്പുള്ള മോചനദ്രവ്യം വേണ്ടിയിരുന്നു. വീരശൂര പരാക്രമിയായിരുന്ന ധീരനായിരുന്ന ജൂലിയസ് സീസറിന്റെ കരങ്ങളുടെ ശക്തി വിദൂര രാജ്യങ്ങളിൽ പോലും എത്തിയിരുന്ന കാര്യം ആന്റണി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി രാജകുടുംബാംഗങ്ങളെ തടവുപുള്ളികളായി ബന്ധിച്ചു കൊണ്ടുവരുമായിരുന്ന ആ സീസറിനെ മാർക്ക് ആന്റണി ഓർമ്മിച്ചു. ഈ തടവുപുള്ളികളെ വിട്ടുകൊടുക്കണമെങ്കിൽ മോചനദ്രവ്യമായി നല്ലൊരു തുക നൽകണമായിരുന്നു. ഈ തുക രാജാവിന് അവകാശപ്പെട്ടതായിരുന്നു. ആന്റണിയുടെ സ്വരം വീണ്ടും ഉയർന്നു. മോചനദ്രവ്യമായി കിട്ടിയ തുക ആർത്തി പൂണ്ടവൻ എന്ന് ബ്രൂട്ടസ് വിശേഷിപ്പിച്ച ജൂലിയസ് സീസർ പൊതുഖജനാവിലേക്ക് സംഭാവനയായി നൽകി. അദ്ദേഹം ആർത്തിയുള്ളവനായിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ ആർത്തി പൂണ്ടവനാണെന്ന്. മാർക്ക് ആന്റണിയുടെ മുഖഭാവം മാറി. അനീതിക്കെതിരെ പടവാളോങ്ങുന്ന ഒരു പോരാളിയുടെ ഭാവം അദ്ദേഹത്തിന് വന്നു ചേർന്നു. ആന്റണിയുടെ ഈ ചോദ്യം കേട്ട ജനം ആദ്യമൊന്നു നടുങ്ങി. പിന്നെ അമ്പരപ്പോടെ അവർ ആലോചിക്കുവാൻ തുടങ്ങി. ആന്റണി പറഞ്ഞത് വളരെ ശരിയാണ്. തനിക്ക് അവകാശപ്പെട്ട മോചനദ്രവ്യം മുഴുവൻ രാജ്യത്തിന്റെ പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്യുകയാണ് മഹാനായ സീസർ ചെയ്തത്. സീസർ അത്യാർത്തി ഉള്ളവനായിരുന്നുവെങ്കിൽ അപ്രകാരം സംഭവിക്കുമായിരുന്നോ? ഇപ്പോഴാണ് ജനങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടാവുന്നത്. തങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം മുമ്പേ ചിന്തിച്ചില്ല? നല്ലവനായ സീസറിന്റെ മരണത്തിൽ എന്തേ ദുഃഖിച്ചില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടത്തിന് ചിന്താശേഷിയില്ല എന്ന തത്വത്തിന് അടിവരയിടുന്ന പ്രകടനമാണ് ആ റോമൻ ജനത ചെയ്തത്. മാർക്ക് ആന്റണിയുടെ സ്വരം കൂടുതൽ ദൃഢമായി. ആ കൈകൾ വായുവിൽ ഉയർന്നു. ആ ചൂണ്ടുവിരൽ ഒരു ചോദ്യചിഹ്നം പോലെ ജനക്കൂട്ടത്തിന് നേരെ നീണ്ടു. തുടർന്ന് എല്ലാവരെയും കരയിക്കുന്ന മറ്റൊരു വാദം അവിടെ അരങ്ങേറി. മാർക്ക് തുടരുകയാണ്. പാവങ്ങൾ പരിതപിക്കുകയും കരയുകയും ചെയ്തപ്പോൾ ജൂലിയസ് സീസർ എന്ന മഹാൻ അവരോടൊപ്പം കരഞ്ഞു. അതിന് നിങ്ങൾ സാക്ഷികളല്ലേ? മാർക്ക് ആന്റണിയുടെ വാദം കല്ലുപിളർക്കുന്ന ശേഷിയുള്ളതായിരുന്നു. ലോകത്ത് മറ്റേതൊരു ഭരണാധികാരിയാണ് തൻ്റെ പ്രജകളോടൊപ്പം കരഞ്ഞിട്ടുണ്ടാവുക? കഠിന ഹൃദയനായിരുന്നു സീസറെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമായിരുന്നോ? പാവങ്ങളുടെ കണ്ണീരൊപ്പുവാൻ മുന്നിട്ടിറങ്ങിയ മറ്റേതൊരു ജനനായകൻ റോമിലുണ്ടായിരുന്നു? ആരുമില്ല. ജനക്കൂട്ടത്തിന്റെ മനസ്സ് നീറിപ്പുകയാൻ തുടങ്ങി. ഇത്ര നല്ലവനായ ജൂലിയസ് സീസറിനെയാണ് ജനങ്ങൾക്കു വേണ്ടി എന്ന വാദത്തിൽ കൊല ചെയ്തത്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അധികാരക്കൊതിയനും ആർത്തിപ്പെരുത്തവനുമാണെന്ന്. ബ്രൂട്ടസ് തീർച്ചയായും ബഹുമാന്യനാണല്ലോ. മാർക്ക് ആന്റണി തൻ്റെ കരാർ പാലിക്കുകയാണ്. ഗൂഢാലോചനക്കാരെ പറ്റി നല്ലതു പറയണമെന്ന വാക്കു പാലിക്കുകയാണ്. ജനക്കൂട്ടത്തിന് ഈ ഭീകര കുറ്റത്തിൻ്റെ ആഴം മനസ്സിലായി തുടങ്ങി. ആന്റണിയുടെ ഓരോ വാക്കും അവരെ സ്പർശിച്ചു. ആന്റണിയുടെ സംഭാഷണ ശൈലിയിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായി. ആ വാക്കുകളിൽ കാർക്കശ്യം നിറഞ്ഞു. നിങ്ങൾ ലൂപ്പർക്കൽ ഉത്സവം ഓർമ്മിക്കുന്നില്ലേ? അന്ന് 3 തവണയാണ് കിരീടം ധരിക്കുവാൻ ഞാൻ സീസറിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ 3 തവണയും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. ആന്റണി പറഞ്ഞത് വളരെ ശരിയായിരുന്നു. സീസർ അധികാര ദുർമോഹിയായിരുന്നുവെങ്കിൽ റോമ സാമ്രാജ്യത്തിന്റെ കിരീടം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ആ ശിരസിൽ എത്തുമായിരുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അധികാര ദുർമോഹിയായിരുന്നുവെന്ന്. ആണോ? നിങ്ങൾ ചിന്തിക്കൂ. ജനക്കൂട്ടം ഒരിക്കൽ കൂടി ഞെടുങ്ങി. തങ്ങൾ ദൃക്സാക്ഷികൾ ആയിരിക്കുമ്പോഴാണ് സീസർ കിരീടം നിരസിച്ചത്. അപ്രകാരം ചെയ്ത സീസറിനെയാണ് അധികാര ദുർമോഹി എന്ന് ബ്രൂട്ടസ് വിളിച്ചത്. എങ്കിലും ബ്രൂട്ടസ് ബഹുമാന്യനാണ്. ഇത്തവണ മാർക്ക് ആന്റണിയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ബഹുമാന്യൻ എന്ന വാക്കിന് അദ്ദേഹം നൽകിയ ഊന്നൽ ജനക്കൂട്ടം തിരിച്ചറിഞ്ഞു. ഞാൻ ബ്രൂട്ടസ് പറഞ്ഞവയെ എതിർക്കുവാനല്ല ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഉദ്ദേശ്യം എനിക്ക് ശരിയെന്നു തോന്നുന്നവ നിങ്ങളെ ധരിപ്പിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും സീസറിനെ സ്നേഹിച്ചിരുന്നു. അതിന് മതിയായ കാരണവുമുണ്ടായിരുന്നു. ശരിയാണ്, റോമൻ ജനതയുടെ ഹൃദയത്തിൽ സീസർ കുടിയേറിയിരുന്നു. ആ മനസ്സ് എന്നും അവരോടൊപ്പമായിരുന്നു. നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കരയുന്നില്ല? എന്തു കാരണമാണ് നിങ്ങളെ വിലപിക്കുന്നതിൽ നിന്നും തടയുന്നത്? മാർക്ക് ആന്റണിയുടെ ചൂണ്ടുവിരൽ ജനങ്ങൾക്കു നേരെ നീണ്ടു. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന രോഷം അവർ തിരിച്ചറിഞ്ഞു. കുറ്റബോധത്തോടെ അവർ തലകുനിച്ചു. ചിലരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. നീതി ഇതാ മൃഗീയ കരങ്ങളിൽ നിബദിച്ചിരിക്കുന്നു. റോമൻ ജനതയ്ക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങൾ വെറും പാവകളാണെന്ന് റോമൻ ജനത തിരിച്ചറിഞ്ഞ മുഹൂർത്തമായിരുന്നു അത്. ധന്യനായ ജൂലിയസ് സീസറിന്റെ മരണത്തിൽ
സന്തോഷിച്ച ആ അഭിശപ്ത നിമിഷത്തെയോർത്ത് അവർ തേങ്ങിക്കരഞ്ഞു. മാർക്ക് ആന്റണിയുടെ വാക്കുകളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. എൻ്റെ മനസ്സ് ഇപ്പോൾ മഹാനായ ജൂലിയസ് സീസറിൻ്റെ ശവമഞ്ചത്തിലാണ്. ഞാൻ ഒരൽപ്പം കാത്തു നിൽക്കട്ടെ. ആ മനസ്സ് എന്നിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി എനിക്ക് സംസാരിക്കുവാൻ കഴിയൂ. മാർക്ക് ആന്റണിയുടെ തൊണ്ടയിടറി. വികാര പാരവശ്യത്താൽ കൂടുതലായൊന്നും പറയാനാവാതെ അയാൾ വിങ്ങിപ്പൊട്ടി. ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. ആന്റണിയുടെ വാക്കുകളിലെ യുക്തിയും സത്യവും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. തങ്ങളുടെ തെറ്റുകൾ അവർ തിരിച്ചറിഞ്ഞു. ഗൂഢാലോചനക്കാർക്ക്, സീസറിൻ്റെ ഘാതകർക്ക് സ്തുതി പാടിയതിൽ അവർ സ്വയം ശപിച്ചു. സീസറിനോട് തങ്ങൾ കടുത്ത അപരാധമാണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ജൂലിയസ് സീസറിനെ പോലൊരു നല്ല മനുഷ്യൻ ഇനി തങ്ങളെ ഭരിക്കുകയില്ല എന്ന് അവർക്ക് തോന്നി. ഇനി വരുന്നവർ വഞ്ചകരാണ്. ഏതു കുടിലപ്രവൃത്തിയും ചെയ്യുവാൻ സന്നദ്ധരാണ്. കാപട്യത്തിൻ്റെ വിഷബീജങ്ങൾ വഹിക്കുന്നവരാണവർ. അത്തരം നീചന്മാർക്കു വേണ്ടിയാണ് നല്ലവനായ സീസറിനെ തങ്ങൾ ഇല്ലായ്മ ചെയ്തത്. മാർക്ക് ആന്റണിയുടെ വാക്കുകൾ ഒരു പെരുമ്പറയായി മുഴങ്ങി. അതിൽ നിറഞ്ഞത് നീതിക്കായി പോരാടുന്ന ജൂലിയസ് സീസറിൻ്റെ ആത്മാവിൻ്റെ സ്വരമായിരുന്നു. പ്രതികാരവാജ്ഞയോടെ ചുറ്റിത്തിരിയുന്ന ആത്മാവിൻ്റെ ഹൃദയമായിരുന്നു. ഇന്നലെ സീസർ അജയ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കെതിരെ മറുവാക്ക് ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും ഉയർന്നിരുന്നില്ല. അജയ്യതയുടെ പ്രതീകം ആയിരുന്നു സീസർ. ഇന്നോ ആ ചോദ്യത്തിന് ഒരു തീച്ചൂളയുടെ ഉഷ്ണമുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിലേക്ക് മാർക്ക് ആന്റണി എറിഞ്ഞുകൊടുത്തത് ഒരു താരതമ്യ വിശകലനത്തിനുള്ള അവസരമായിരുന്നു. ചോരവാർന്ന് നിരായുധനായി വെറും തറയിൽ മലർന്നടിഞ്ഞ ജൂലിയസ് സീസർ തൻ്റെ മരണത്തിൽ സന്തോഷിച്ച ജനതയുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി മാറിക്കഴിഞ്ഞ ജൂലിയസ് സീസർ, പ്രതാപമസ്തമിച്ച് വെറും ജഡമായി മാറിക്കഴിഞ്ഞ സീസർ. മാർക്ക് ആന്റണിക്ക് തൻ്റെ കരാർ പാലിക്കണമായിരുന്നു. റോമൻ ജനതയെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അയാൾ വീണ്ടും പറഞ്ഞു. അപ്രകാരം ചെയ്താൽ അത് ബ്രൂട്ടസിനോടും കാഷ്യസിനോടും ചെയ്ത ഉടമ്പടിക്ക് വിരുദ്ധമാകും. കരാർ ലംഘനം എന്ന അനീതി ചെയ്യുവാൻ മാർക്ക് ആന്റണി ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഗൂഢാലോചനക്കാർ ബഹുമാന്യരാണെന്ന് തൻ്റെ പ്രസംഗത്തിൽ ഇടയ്ക്കിടെ അറിയിച്ചു കൊണ്ടിരുന്നു ആന്റണി. ഞാൻ അനീതി കാണിക്കുന്നത് ഈ ജഡത്തിനോടാണ്, എൻ്റെ പ്രിയപ്പെട്ട സീസറിനോട്. കരഞ്ഞുകൊണ്ട് ആന്റണി വിളിച്ചു പറഞ്ഞു. മാർക്ക് ആന്റണി തെറ്റു ചെയ്യുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് 3 കൂട്ടരോടാണ്: മഹാനായ സീസറിനോടും തന്നോടു തന്നെയും നിഷ്കളങ്കരായ ജനക്കൂട്ടത്തിനോടും. തുടർന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന പ്രമാണരേഖയുടെ ചുരുൾ നിവർത്തി അദ്ദേഹം ജനക്കൂട്ടത്തിനെ കാണിച്ചു. ഇതാ സീസറിൻ്റെ മരണപത്രം. ഈ രേഖ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ നിന്നും എനിക്ക് ലഭിച്ചതാണ്. വെട്ടിത്തിളങ്ങുന്ന ദണ്ടിൽ ചുരുളുകളായി സൂക്ഷിച്ചിരുന്ന പ്രമാണരേഖ ഒരു മിന്നൽ പിണർ ഉയർത്തി. ഭീതിയോടും അന്താളിപ്പോടും കൂടി ജനക്കൂട്ടം ആ രേഖയെ നോക്കി. ക്ഷമിക്കണം, ഞാൻ ഇത് വായിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അപ്രകാരമൊരു സാഹസത്തിന് മുതിർന്നാൽ റോം ഒരു ചോരക്കളമാകും. ഹൃദയം തകർന്ന് നിങ്ങൾ വിലപിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സീസറിൻ്റെ മുറിവുകളിൽ നിങ്ങൾ ചുംബിക്കും. പക്ഷേ അതെല്ലാം നിഷ്ഫലമല്ലേ? ശരിയാണ്, കൊല്ലപ്പെട്ട ആ മഹാന്റെ ജീവൻ തിരിച്ചു നൽകുവാൻ തങ്ങളുടെ വിലാപം കൊണ്ട് സാധിക്കുകയില്ലല്ലോ. പറന്നകന്ന ആ ആത്മാവിനെ തിരികെ ഈ ധീരയോദ്ധാവിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ആർക്ക് കഴിയും? ആന്റണിയുടെ മനഃശാസ്ത്ര സമീപനം 100% ഫലം കണ്ടു. അടങ്ങാനാവാത്ത ജിജ്ഞാസയിൽ ജനക്കൂട്ടം അലറി വിളിക്കുവാൻ തുടങ്ങി. അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയുടെ മരണപത്രത്തിൻ്റെ ഉള്ളടക്കം അറിഞ്ഞേ മതിയാവൂ. ഞാൻ ഇത് വായിച്ചാൽ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടും. ജൂലിയസ് സീസറിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ കൈലേസുകൾ മുക്കും. അദ്ദേഹത്തിൻ്റെ മുടിനാരിഴകൾ പോലും നിങ്ങൾ ഒരു തിരുശേഷിപ്പായി കരുതും. അവ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ യാചിച്ചു വാങ്ങും. നിങ്ങളുടെ കാലശേഷം അടുത്ത തലമുറയ്ക്കായി നിങ്ങൾ അത് കൈമാറും. ഏറ്റവും വലിയ സ്വത്തായി അദ്ദേഹത്തിൻ്റെ മുടിയിഴകൾ പോലും നിങ്ങളുടെ വിൽപത്രത്തിൽ സ്ഥാനം പിടിക്കും. ജനക്കൂട്ടം അലറി വിളിച്ചു. ഞങ്ങൾക്ക് ചരമപത്രം വായിച്ചു കേൾക്കണം. ഞങ്ങൾക്കത് കേട്ടേ മതിയാവൂ. ജനങ്ങൾ വികാരഭരിതരായി. ഒരു പൊട്ടിത്തെറിയുടെ മൂർധന്യാവസ്ഥയിലെത്തിയ ജനക്കൂട്ടത്തെ അതേ വികാരപാരവശ്യത്തോടെ മാർക്ക് ആന്റണി നേരിട്ടു. അക്ഷമരാവരുത്, നിയന്ത്രിക്കൂ. പക്ഷേ ഈ വാക്കുകളിൽ വൈരുദ്ധ്യം നിറഞ്ഞു നിന്നിരുന്നു. ജനക്കൂട്ടത്തെ പരമാവധി പ്രകോപിതരാക്കുവാനുള്ള ഗൂഢതന്ത്രം മാർക്ക് ആന്റണി വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയായിരുന്നു. മാന്യരെ, ഞാൻ ഈ ചരമപത്രം വായിക്കുകയില്ല. സീസർ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കുകയാണ് നല്ലത്. ആ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞിരുന്നുവെങ്കിൽ പലരും അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. നിങ്ങൾ കല്ലോ മരമോ കൊണ്ടുണ്ടാക്കിയവരല്ല,
പച്ചയായ മനുഷ്യരാണ്, വികാര വിചാരങ്ങൾ ഉള്ളവരാണ്. സീസറിന്റെ വിൽപത്രം വായിച്ചു കേട്ടാൽ അത് നിങ്ങളെ ജ്വലിപ്പിക്കും. കോപം അഗ്നിയായി നിങ്ങളിൽ ആളിപ്പടരും. തീർച്ചയായും ജനക്കൂട്ടം ഭ്രാന്തിന്റെ തീരുന്നു. മാർക്ക് ആന്റണിക്കും അതായിരുന്നു ആവശ്യം. നിങ്ങൾ ഓരോരുത്തരുമാണ് സീസറിന്റെ അനന്തരാവകാശികളെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് ഉത്തമം. അറിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുവാനാവില്ല. ജനക്കൂട്ടത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. ആന്റണി ആ ചരമപത്രം വായിച്ചില്ലെങ്കിൽ അത് പിടിച്ചെടുത്ത് വായിക്കുമെന്ന തലം വരെ എത്തി കാര്യങ്ങൾ. താൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിൽ ആന്റണിക്ക് സംതൃപ്തി തോന്നി. ഇതിനിടയിൽ ജനക്കൂട്ടം ഗൂഢാലോചനക്കാർക്കെതിരെ അസഭ്യവർഷം ചൊരിയുവാൻ തുടങ്ങി. നീചന്മാരായ അവരെ പിച്ചിച്ചീന്തുവാൻ ആ കൈകൾ തരിച്ചു. ആന്റണി ഈ അവസരം ശരിക്കും മുതലെടുത്തു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ വിൽപത്രം വായിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയാണോ? എങ്കിൽ നിങ്ങളുടെ നിർബന്ധത്തെ കരുതി മാത്രം ഞാൻ ഇത് വായിക്കാം. അതിനുശേഷം ജനക്കൂട്ടത്തിനോട് തനിക്കു ചുറ്റുമായി നിൽക്കുവാൻ ആന്റണി ആവശ്യപ്പെട്ടു. എന്നിട്ട് സീസറിന്റെ മൃതദേഹം ചൂണ്ടിക്കാട്ടി ആന്റണി പറഞ്ഞു, ഈ മരണപത്രം എഴുതിയ മഹാന്റെ മൃതദേഹം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ആന്റണി പ്രസംഗപീഠത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. അവരിൽ ഒരുവനായി നിലകൊണ്ട ആന്റണി തന്റെ ഇംഗിതത്തിനനുസരിച്ച് എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു പറ്റം ആളുകളെയാണ് അവിടെ കണ്ടത്. സീസറിന്റെ ആത്മാവ് പ്രതികാരത്തിനായി ദാഹിക്കുന്നുവെന്ന് ആന്റണിക്കറിയാം. ഇതാ ആ അഭീഷ്ടം നിറവേറ്റേണ്ട സമയമായിരിക്കുന്നു. ആന്റണിയുടെ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നവയായിരുന്നു. ബ്രൂട്ടസ് ഭൗതിക തലത്തിൽ സംസാരിച്ചുവെങ്കിൽ ആന്റണിയുടെ ഭാഷ വൈകാരികമായിരുന്നു. ആന്റണി ജനങ്ങളോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് കണ്ണീരുണ്ടെങ്കിൽ പൊഴിക്കുവാൻ തയ്യാറാവൂ. തുടർന്ന് ജൂലിയസ് സീസറിന്റെ മേലങ്കി ആന്റണി ഉയർത്തിക്കാട്ടി. നെർവി എന്ന യുദ്ധക്കൊതിയന്മാരായ ഗാലിക് ഗോത്രവർഗക്കാരെ തോൽപ്പിച്ചതിനു ശേഷം ആദ്യമായി സീസർ ആ മേലങ്കി അണിഞ്ഞു. സീസറിന്റെ ധീരതയുടെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു ആ മേലങ്കിയെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടി. ആ മേലങ്കിയിലെ ദ്വാരം ചൂണ്ടിക്കാട്ടി വികാര വിവശനായി ആന്റണി മൊഴിഞ്ഞു, നോക്കൂ, ദുഷ്ടനായ അസൂയാലുവായ കാഷ്യസിന്റെ കടാര പാഞ്ഞു കയറിയത് ഇതിലെയാണ്. ചോരയിൽ കുതിർന്ന ആ ദ്വാരം ജനങ്ങളിൽ തീവ്രമായ അമർഷം വളർത്തി. അത് ചെയ്തവനെ ഇഞ്ചിഞ്ചായി തകർക്കുവാൻ ആ കൈകൾ കൊതിച്ചു. തുടർന്ന് കാസ്കയുടെ അതിലും നിഷ്ഠൂരമായ ചെയ്തി ആന്റണി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ജനക്കൂട്ടത്തിന് നിയന്ത്രിക്കാനാവാതെ വന്നത് ബ്രൂട്ടസിന്റെ കുത്തേറ്റ ഭാഗം കണ്ടപ്പോഴായിരുന്നു. സീസറിന്റെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ബ്രൂട്ടസ് തന്റെ കടാര ആ മാറിലേക്ക് കയറ്റിയത് ഇതിലെയായിരുന്നു. തന്റെ ആ ശപിക്കപ്പെട്ട ആയുധം അയാൾ വലിച്ചൂരിയപ്പോൾ എങ്ങനെയാണ് ചോര ചീറ്റിയതെന്ന് നോക്കൂ. സീസറിന്റെ മേലങ്കിയിലെ ഓരോ ദ്വാരവും ആ കൊടും ക്രൂരത ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ബ്രൂട്ടസിന്റെ ചെയ്തി അതിനീചവും ഏറ്റവും കിരാതവുമായിരുന്നുവെന്ന് ആന്റണി വിളിച്ചുകൂവി. സ്വന്തം മകനെ പോലെ, ഒരു മാലാഖയെ പോലെ കരുതിയവനായിരുന്നു ബ്രൂട്ടസ്. സീസറിനെ ബ്രൂട്ടസ് എല്ലാമായിരുന്നു. ദൈവമേ, സീസർ ബ്രൂട്ടസിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു! ഏറ്റവും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് സീസർ ചെയ്തത്. മാർക്ക് ആന്റണി ഉയർത്തിയ വാദം വളരെ ശരിയായിരുന്നു. ഒരു ശത്രുവിൽ നിന്നുമുള്ള പ്രഹരം ഒരു പക്ഷേ നമുക്ക് താങ്ങാനാവും, നാം അത് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ നന്ദിയില്ലായ്മ ഒരു മിത്രത്തിൽ നിന്നും എത്തുമ്പോഴോ? സീസറിനെ തകർത്തു കളഞ്ഞത് ബ്രൂട്ടസിന്റെ ചെയ്തിയായിരുന്നു. മാനസികമായി സീസർ തളർന്നു. തന്റെ വത്സര ശിഷ്യൻ തന്നെ വധിക്കുവാൻ ഒരുമ്പെടുന്നത് കണ്ട സീസർ അമ്പരന്നു. ശത്രുവായിരുന്ന പോംപിയുടെ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ തന്നെ അദ്ദേഹം കുത്തേറ്റു വീണു. അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം, വിശുദ്ധമായ ആ മേലങ്കി, മൃതശരീരം മൂടുന്ന ശവക്കച്ചയായി മാറി. എന്തൊരു പതനം! മഹാനായ സീസർ അസ്തമിച്ചു. സീസറിനോടൊപ്പം റോമൻ ജനത ഒന്നടങ്കം മരണമടഞ്ഞിരിക്കുന്നുവെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടി. ആന്റണി ഉൾപ്പെടെയുള്ള റോമൻ പൗരന്മാർക്ക് ഊർജം പകർന്നു നൽകിയത് സീസറായിരുന്നു. ലോകത്തു നിന്നും സൂര്യൻ അപ്രത്യക്ഷമായാൽ എന്നതുപോലെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് സീസർ ഇല്ലാതായിരിക്കുന്നു. ജനക്കൂട്ടം നിലവിളിക്കുന്നത് ആന്റണിക്ക് കേൾക്കാം. അത് തികച്ചും അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മഹാനായ സീസറിന്റെ മരണത്തിൽ ലോകം മുഴുവനും കേഴണം. റോമാ സാമ്രാജ്യം ദുഃഖത്തിൽ മുഴുകണം. ജനങ്ങളുടെ കണ്ണീർ തുള്ളികളെ മഹനീയമായ തുള്ളികളെന്നാണ് ആന്റണി വിശേഷിപ്പിച്ചത്. കുറ്റബോധത്തിൽ നിന്ന് ഉയരുന്ന കണ്ണീർ കണങ്ങളാണ് അവ. ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന വിലാപങ്ങളാണ് അവ. ആന്റണിയുടെ വാക്കുകൾ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡങ്ങളായി മാറി. അവ കേൾവിക്കാരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. സ്നേഹിതരെ, നിങ്ങൾ ആ വഞ്ചകരുടെ ചെയ്തികൾ കാണുന്നില്ലേ? ജനക്കൂട്ടം ഇളകിമറിഞ്ഞു. അവർ ഭ്രാന്തന്മാരെ പോലെ ആർത്തു വിളിച്ചു. അട്ടഹസിച്ചുകൊണ്ട് അവർ മുന്നോട്ടാഞ്ഞു. പ്രതികാരം ചെയ്യണം,
അഗ്നിക്കിരയാകണം. ആ കാപാലികന്മാരെ പിച്ചി ചിന്തണം. ദ്രോഹികൾ, വഞ്ചകർ. നിൽക്കൂ. ആന്റണിയുടെ ആ വാക്കിന് കല്ലിനെ പോലും പിളർക്കുന്ന ആജ്ഞാശക്തിയുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഒരു ലഹളയ്ക്കൊരുക്കുന്നില്ല. ഈ ഭീകരകൃത്യം ചെയ്തവർ ബഹുമാന്യരാണ്. ആന്റണി തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടം വരെ ബ്രൂട്ടസിന് നൽകിയ വാക്ക് പാലിച്ചു. പ്രസംഗത്തിലുടനീളം ഗൂഢാലോചനക്കാരായ പ്രഭുക്കന്മാർ ബഹുമാന്യരാണെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ജനക്കൂട്ടം ആ വാക്കുകളിലെ ഉള്ളടക്കം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ഹൃദയങ്ങളെ എന്നിലേക്ക് ആകർഷിക്കുവാനല്ല ഞാൻ വന്നത്. ബ്രൂട്ടസിനെ പോലെ ഞാനൊരു വാഗ്മിയുമല്ല. ശരിയായിരുന്നു. ആന്റണി സംസാരിച്ചത് യുക്തിയുടെയും ബുദ്ധിശക്തിയുടെയും തത്വശാസ്ത്രത്തിൻ്റെയും ബലത്തിലല്ല, ഹൃദയത്തെ തൊട്ടറിയുന്ന ഭാഷയായിരുന്നു ആന്റണിയുടെ കൈമുതൽ. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ആത്മമിത്രമായ ജൂലിയസ് സീസറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എനിക്ക് പ്രഭാഷണത്തിനുള്ള വാചാലതയില്ല, ബുദ്ധിശക്തിയില്ല, വിജ്ഞാനമില്ല, നിങ്ങളുടെ വികാരത്തെ ഉണർത്തുവാൻ അറിയില്ല. പക്ഷേ ഒന്നറിയാം, സത്യം വിളിച്ചു പറയുവാനറിയാം. ആന്റണിയുടെ ഏറ്റവും വലിയ ഗുണവും അതുതന്നെയായിരുന്നു. സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക. റോമാ സാമ്രാജ്യം മുഴുവൻ എതിരായപ്പോഴും അദ്ദേഹം തൻ്റെ വാദഗതിയിൽ ഉറച്ചുനിന്നു, സത്യത്തിനു വേണ്ടി നിലകൊണ്ടു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീസറിൻ്റെ മുറിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവയ്ക്ക് സംസാരിക്കുവാനാകുമായിരുന്നില്ല. അതിനാൽ ഞാൻ ആ മുറിവുകൾക്ക് വേണ്ടി സംസാരിച്ചു. മാർക്ക് ആന്റണി സംസാരിച്ചത് റോമാ സാമ്രാജ്യത്തിൻ്റെ നന്മയ്ക്കായിരുന്നു. ഒരു ഭരണാധികാരിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചെയ്ത കടുത്ത അനീതിക്കെതിരെ ആയിരുന്നു. ഞാൻ ബ്രൂട്ടസ് ആയിരുന്നുവെങ്കിൽ, അതായത് ബ്രൂട്ടസ് ആന്റണി ആയിരുന്നുവെങ്കിൽ, സീസറിൻ്റെ ഓരോ മുറിവും ഇവിടെയുള്ള കല്ലുകളെപ്പോലും ലഹളയ്ക്കൊരുക്കുമായിരുന്നു. അവ അനീതിക്കെതിരെ ഉയരുമായിരുന്നു. ഞങ്ങൾ തയ്യാർ, ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. പ്രതികാരത്തിനു വേണ്ടി അവരുടെ രക്തം തിളച്ചു. ബ്രൂട്ടസിൻ്റെ വീട് കത്തിച്ച് അയാളെ ജീവനോടെ ചുട്ടരിക്കുവാൻ അവർ തയ്യാറായി. ഗൂഢാലോചനക്കാരെ ഒന്നൊന്നായി പിച്ചു ചീന്തുവാൻ അവർ തീരുമാനമെടുത്തു. എങ്കിലും ആന്റണിക്ക് ഇനിയും പറയുവാനുണ്ടായിരുന്നു. മാന്യരെ, നിങ്ങൾ ദയവായി കേൾക്കുക. സീസർ നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ മരണപത്രത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു. അപ്പോഴാണ് അവർ അക്കാര്യം ഓർമ്മിക്കുന്നത്. ഞങ്ങൾക്ക് മരണപത്രം വായിച്ചു കേൾക്കണം, അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ഞാനിതാ സീസറിൻ്റെ വിൽപത്രം വായിക്കുവാൻ പോവുകയാണ്. റോമാ സാമ്രാജ്യത്തിലെ ഓരോ പൗരനും സീസർ 75 വെള്ളി നാണയങ്ങൾ വീതം നൽകുന്നു. ജനക്കൂട്ടം ഞെട്ടി. മഹാനായ സീസറിൻ്റെ മഹത്വം ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ അവരോട് ബാക്കി ഭാഗം കൂടി ക്ഷമയോടെ കേൾക്കുവാൻ ആന്റണി ആവശ്യപ്പെട്ടു. മഹാനായ സീസർ ഉപയോഗിച്ചിരുന്ന നടപ്പാതകൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ തോട്ടങ്ങൾ, ടൈബർ നദീതീരത്തുള്ള വിശാലമായ എസ്റ്റേറ്റുകൾ എന്നിവയെല്ലാം റോമൻ ജനതയുടെ ആവശ്യങ്ങൾക്കായി വിട്ടുനൽകുന്നു. മാർക്ക് ആന്റണി തുടർന്ന് ഒരു ഉച്ചത്തിലുള്ള ആത്മകഥം നാടകീയതയോടെ അവതരിപ്പിച്ചു. ഇതാണ് സീസർ. ഇത്തരമൊരു സീസർ ഇനിയും ഉണ്ടാകുമോ? ഒരിക്കലുമില്ല, ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. അവരുടെ കൈകളിൽ തീപ്പന്തങ്ങൾ ഉയർന്നു. അവർക്ക് ചെയ്യേണ്ടത് ചെയ്യുവാൻ ആന്റണി അവരെ അനുവദിച്ചു.